Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ ഏറ്റവും ടോപ്പിലെ ആരാണ്? നാഷണൽ ലെവലാ വരുന്നത് അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ എല്ലാ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഏറ്റവും ടോപ്പില് നാഷണൽ ലെവലില് ലെവലിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. നെക്സ്റ്റ് തൊട്ട് താഴെ നാഷണൽ ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നേരെ സ്റ്റേറ്റ് ലെവലിലേക്കും യൂണിയൻ ടെറിട്ടറീസിലേക്ക് വരും. അവിടെ നിന്ന് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരും. ഡിസ്ട്രിക്ട് ലെവലില് 2 സെക്ഷനുകളുണ്ട്. റൂറൽ ഏരിയാസിലുണ്ട്, അതുപോലെ അർബൻ ഏരിയാസ് അല്ലെ? റൂറൽ ഏരിയാസിൽ ഏതൊക്കെ വരുന്നേ? ഏതൊക്കെയാണ്? CHSC അല്ലെ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, PHSC പ്രൈമറി ഹെൽത്ത് സെന്റർ, സബ് സെന്റേഴ്സ്. ഇത് മൂന്നുമാണ് റൂറൽ ഏരിയയില്, ഗ്രാമപ്രദേശങ്ങള്. അർബൻ ഏരിയയില് ഇത് ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും അല്ലെ? ക്ലിനിക്കുകള്, ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ ആ നിർദ്ദേശങ്ങൾ എത്തുന്നു. അത് ആ ഒരു ഡയഗ്രാം അത് വരെയാണ്, ഫ്ലോ ചാർട്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2. 2 രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നമുക്ക് പറയാം. ഏതാണെന്ന് നോക്കിയേ, ഇൻട്രാമ്യൂറൽ. ഫസ്റ്റ് ഏതാ? ഇൻട്രാമ്യൂറൽ. എന്താ ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള അല്ലെ, ഹോസ്പിറ്റലിനകത്ത് സർവീസ് കൊടുക്കുന്നതാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അകത്ത് കൊടുക്കുന്ന സർവീസുകള്, സേവനങ്ങള്. രണ്ടാമത് നോക്കിയേ, എക്സ്ട്രാമ്യൂറൽ. അപ്പൊ അതെവിടെയായിരിക്കും? ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്നത് അല്ലെ? സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സർവീസ് ആണ് എക്സ്ട്രാമ്യൂറൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 2 ഫങ്ഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഉണ്ട്, എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് മീൻസ് എന്താണ്? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടുക്കുന്ന സർവീസ്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ പുറമേ. സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. അതിന് തിരിച്ചു ചോദിക്കാം നമുക്ക്. സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് കോൾഡ് ഡാഷ്. എന്തെന്ന് പറയാം? ഇൻട്രാമ്യൂറൽ അല്ലേ? അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്തിടാം. ഇത് നോക്കിയേ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ കുറച്ച് സബ് പോയിന്റുകൾ വരുന്നുണ്ട്. അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെയാണ് റിസ്റ്റോറേറ്റീവ്. എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടെടുത്ത് നൽകുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന. നമുക്ക് അങ്ങനെയല്ലേ, ഹോസ്പിറ്റലിൽ നമുക്കൊരു രോഗമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് എന്താ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ മെഡിസിൻസ് തരും. നമ്മുടെ ആ രോഗം മാറി നമ്മുടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകുകയാണ് ചെയ്യുന്നത് അല്ലെ? അതാണ് റീസ്റ്റോറേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ വീണ്ടെടുത്ത് നൽകുന്ന, നമ്മുടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകുക ചെയ്യുന്നത് അല്ലെ? നമുക്ക് മെഡിസിൻസ് ഒക്കെ തന്നിട്ട് നമ്മുടെ പഴയ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് നമുക്ക് എത്തിക്കുക ചെയ്യുന്ന ഹോസ്പിറ്റൽ. അത് ഞാൻ നോക്കിയ റിസ്റ്റോറേറ്റീവ് ഫങ്ഷൻസ്. അതിന്റെ കീഴില് നമുക്ക് വീണ്ടും സബായിട്ട് കൊടുത്തിട്ടുണ്ട് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസ്റ്റിക് എന്താണ്? രോഗനിർണയം അല്ലെ? രോഗനിർണയം നടത്തുന്നു.
ഡയഗ്നോസ്റ്റിക്. ഇപ്പൊ റിസ്റ്റോറേറ്റീവിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ആ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം. These consist of the inpatient service involving medical, surgical and other specialties and special diagnostic. ഇപ്പൊ ഏതൊക്കെയാ വരുന്നത്? ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന എന്താ? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ എന്താ? രോഗനിർണയമാണ് അല്ലെ? These consist of the inpatient services. These consist of inpatient service ആണ്, ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടുക്കുന്നതാണ്. ഇൻവോൾവിംഗ് ഏതൊക്കെയാ വരുന്ന ഡയഗ്നോസ്റ്റിക്കില്? മെഡിക്കൽ ആയിട്ടുള്ള, ചികിത്സാപരമായിട്ടുള്ള, മെഡിക്കൽ ആയിട്ടുള്ള, സർജിക്കൽ. ഇനി നമുക്ക് എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ശസ്ത്രക്രിയാപരമായിട്ടുള്ള, സർജിക്കൽ ആയിട്ടുള്ള, ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ്. അതുകൂടാതെ മറ്റുള്ള സ്പെഷ്യാലിറ്റീസുകള്, ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസിസ്, പ്രത്യേകമായിട്ടുള്ള ഡയഗ്നോസിസ്, രോഗനിർണയ രീതികള് അല്ലെ? പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ഇല്ലേ? രോഗനിർണയം നമുക്കിപ്പോ എക്സ്റേ, സ്കാനിങ്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള നമുക്ക് രോഗനിർണയ മാർഗങ്ങള് അല്ലെ? ആൻജിയോഗ്രഫി, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള രോഗനിർണയ കാര്യങ്ങളും ഒക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻപേഷ്യന്റ് സർവീസ്, അതാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് കേട്ടോ. ഡയഗ്നോസ്റ്റിക് കൺസിസ്റ്റ് ഓഫ് ഇൻപേഷ്യന്റ് സർവീസ് ഇൻവോൾവ്. ഏതൊക്കെ ഇൻപേഷ്യന്റ് സർവീസ് ആണ് ഡയഗ്നോസ്റ്റിക്കില്? മെഡിക്കൽ ആയിട്ടുള്ളതുണ്ട്, സർജിക്കൽ ആയിട്ടുള്ളതുണ്ട്, മറ്റുള്ള സ്പെഷ്യാലിറ്റീസുകൾ ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ളത്, ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസിസ്. അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി അടുത്തതാണ് ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞ എന്താ? രോഗശാന്തി. അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ക്യൂറേറ്റീവ്, രോഗശാന്തി. നമ്മുടെ ബുക്കാണ്, നമ്മുടെ ടെക്സ്റ്റ് ആണ്. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവണം, അത്രേ ഉള്ളൂ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. രോഗശാന്തി എന്താണ്? രോഗശാന്തി എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്ന? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഡിസീസസ്. എല്ലാ രോഗങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ നമുക്ക് രോഗശാന്തി കിട്ടും അല്ലേ? നമ്മൾ അതിനല്ലേ ഹോസ്പിറ്റലിൽ പോണേ? നമുക്ക് എന്താണ് അസുഖം, അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് തരും. അങ്ങനെ നമ്മൾ എന്തിലേക്ക് എത്തും? ക്യൂറേറ്റീവ്. നമുക്ക് രോഗശാന്തി കിട്ടും, നമുക്ക് ആ രോഗം മാറും. ക്യൂറേറ്റീവ്, ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ആ ട്രീറ്റ്മെന്റ്, അതൊരു ഫംഗ്ഷൻ ആണ്. അടുത്ത് നോക്കിയേ, റീഹാബിലിറ്റേറ്റീവ്. റീഹാബിലിറ്റേറ്റീവ് പുനരധിവാസം, റീഹാബിലിറ്റേറ്റീവ് സർവീസ്, പുനരധിവാസ സേവനങ്ങള്. അതെങ്ങനെയാ? ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള റിലീഫ് നമുക്ക് കിട്ടും അല്ലേ? ദെൻ മെന്റൽ, മാനസികമായിട്ടുള്ള, ആൻഡ് സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സർവീസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അതിനാണ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ഫിസിക്കൽ, ശാരീരികമായ, മെന്റൽ, മാനസികമായ, സോഷ്യൽ, സാമൂഹികമായ പുനരധിവാസ സൗകര്യങ്ങള്, സർവീസുകള്. പിന്നെ അടുത്തത് എന്താ വരുന്നത്? കെയർ ഓഫ് എമർജൻസീസ് അല്ലെ? എമർജൻസി കെയർ, ആക്സിഡൻസ് ആസ് വെൽ ആസ് ഡിസീസസ്. ആക്സിഡന്റുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഇതിങ്ങനെയൊക്കെ ഉള്ള എമർജൻസി കെയർ, ആ ഒരു സർവീസും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്ന? റിസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. റിസ്റ്റോറേറ്റീവ് ഏതൊക്കെയാ? ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് കെയർ ഓഫ് എമർജൻസീസ്. ക്ലിയർ ആയോ? നാലും നോട്ട് ചെയ്ത് വെച്ചോ, അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ. റിസ്റ്റോറേറ്റീവില് വരുന്ന ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് കെയർ ഓഫ് എമർജൻസീസ്. ഓക്കെ. ഇനി പിന്നെ അതിനകത്ത് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. മെഡിക്കൽ ആയിട്ടുള്ളതുണ്ട്, സർജിക്കൽ ആയിട്ടുള്ളതുണ്ട്, മറ്റുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്കും. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻപേഷ്യന്റ് സർവീസും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതിൽ വരുന്നതാണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന, ഹോസ്പിറ്റലിന് അകത്ത് കൊടുക്കുന്ന സേവനങ്ങളാണിത്. ഇനി അടുത്തതാണ് പ്രിവെന്റീവ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധം. പ്രിവെന്റീവ് സർവീസുകള് എന്തൊക്കെയാണ്? ഇതൊക്കെ സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മേൽനോട്ടം, സൂപ്പർവിഷൻ, മേൽനോട്ടം. ഏതിന്റെ? നോർമൽ പ്രഗ്നൻസീസ്,
നമ്മള് പ്രഗ്നന്റ് ആവുമ്പോ തുടങ്ങി നമ്മള് ഹോസ്പിറ്റലിൽ പോകണ്ട അല്ലേ? ചിലപ്പോ നമുക്കൊരു സംശയം വരുമ്പോ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അവിടെ നോക്കുമ്പോഴാണ് പ്രഗ്നന്റ് ആണോ എന്ന് അറിയുന്നത് അല്ലെ? നോർമൽ പ്രഗ്നൻസി സാധാരണ പ്രസവ പ്രഗ്നന്റ് ആയിട്ട് മുതലുള്ളതും പിന്നെ അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് ജനനം കുട്ടി ജനിക്കുന്നത് വരെ ഡെലിവറി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിന്റെയും ഒരു സൂപ്പർവിഷൻ ഒരു മേൽനോട്ടം നൽകുന്നുണ്ട് അല്ലെ? നമുക്ക് ഓരോ സമയങ്ങളിലും കറക്റ്റ് ആയിട്ട് അയൺ ടാബ്ലറ്റ്സുകള് അല്ലെ അങ്ങനെയുള്ള ചെക്കപ്പുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിസിൻസും പ്രോപ്പർ ആയിട്ട് ഓരോ മന്തും നമുക്ക് തരുന്നില്ലേ? ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റിന്റെ ഇതിന്റെ ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. ഇതെല്ലാം ഏതാണ്? പ്രിവെന്റീവ് ആണ്. പ്രിവെന്റീവ് സർവീസ് നമുക്ക് എന്താ ആ കുട്ടിക്ക് ഒരു ദോഷമൊന്നും വരാതെ നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ അല്ലേ അതിനു വേണ്ടി തരുന്നതാണ്. അതിന്റെ ഒരു മേൽനോട്ടം സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് അതിന്റെ സൂപ്പർവിഷൻ. ഇനി അടുത്ത് നോക്കിയേ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. നോർമൽ ഗ്രോത്ത് കുട്ടികളുടെ സാധാരണ വളർച്ച അവരുടെ ഡെവലപ്മെന്റ് അതിനുള്ള ഒരു സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അടുത്ത് നോക്കിയേ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കണ്ടോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കബിൾ സാംക്രമിക രോഗങ്ങൾ അല്ലെ? സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ഏതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പൊ അങ്ങനെയുള്ള ആ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ കൺട്രോൾ ചെയ്യുന്ന സർവീസ് തരുന്നുണ്ട് അല്ലെ? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ വാക്സിൻസ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലൂടെ കിട്ടൂലേ അല്ലെ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് തടയാനായിട്ട് സാംക്രമിക രോഗങ്ങളെ തടയാനുള്ള വാക്സിൻസ് മെഡിസിൻസ് അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. എന്താ പ്രൊലോങ്ഡ് ഇൽനെസ് എന്ന് പറഞ്ഞ എന്താ? നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ തടയാന് അങ്ങനെയുള്ള ആ ഒരു ഫങ്ഷൻ അതും എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഒരു ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന അതേത് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്ന കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങള് അല്ലെ അതിനെയൊക്കെ തടയുന്നതും പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ തടയുന്നതുമായിട്ടുള്ള ഒരു പ്രിവെന്റീവ് ഫങ്ഷൻ. അടുത്തതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റലിലെ ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നല്ല നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതിന്റെ ഇത് ഹെൽത്തി ഹാബിറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് ഒക്യുപേഷൻ ജോലികള് അല്ലെ? ഒത്തിരി പേർക്ക് ഒക്യുപേഷൻ നൽകുന്നില്ലേ? സ്റ്റാഫുകളൊക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള ഒരു ഒക്യുപേഷൻ അതും പ്രിവെന്റീവിൽ വരുന്നതാണ് കേട്ടോ. ഒക്യുപേഷൻ ജസ്റ്റ് പേരുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പ്രിവെന്റീവ് സർവീസിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. Supervision of normal pregnancies and childbirth, supervision of normal growth and development of children, then control of communicable disease, prevention of prolonged illness, then health education, occupation. അടുത്തത് മൂന്നാമത്തെയാണ് ഏത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിലെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് കണ്ടോ? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് അല്ലെ? ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് എഡ്യൂക്കേഷൻ നൽകുക, എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ആർക്ക് എഡ്യൂക്കേഷൻ? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് അല്ലെ? അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്താ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഒത്തിരി സ്റ്റുഡൻസുകൾ പഠിക്കുന്നില്ലേ അവിടെ? ഹോസ്പിറ്റലിന്റെ കീഴിൽ ആണെങ്കിലും നമുക്ക് കോളേജുകളുണ്ട് അല്ലെ? അവിടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. സ്പെഷ്യലിസ്റ്റുകൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് വെച്ചാൽ MBBS ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ എടുക്കണല്ലേ? അങ്ങനെയുള്ള PG പോസ്റ്റ് ഗ്രാജുവേറ്റ് MBBS കഴിഞ്ഞ് PG ഒക്കെ എടുക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. നേഴ്സുകൾക്ക് മിഡ്വൈഫ്സിന് നമ്മൾ ഡെലിവറി ഒക്കെ എടുക്കുമ്പോ ഡോക്ടറിന്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന മിഡ്വൈഫ്സ് ഉണ്ടാവില്ലേ? ഡെലിവറിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. മലയാളം എന്താ? സൂതി കർമ്മിണി എന്നാട്ടോ മലയാളം പറയണേ.
പ്രോപ്പർ മലയാളം ഒന്നും ഉപയോഗിക്കാനുള്ള മിഡ് വൈഫ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സൂതി കർമ്മിണി എന്നാണ് ശരിക്കും മലയാളം അവർക്കടെ കർമ്മിണികൾ എന്ന് പറയുന്നത്. മിഡ് വൈഫ്സ് തന്നെയാണ്. പിന്നെ അടുത്ത മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് പാരാമെഡിക്കൽ സ്റ്റാഫ് ആരാ? ഡോക്ടറും നേഴ്സും ഒക്കെ അല്ലാതെ അവരുടെ വർക്കില് ഹെൽപ്പ് ചെയ്യുന്നവര്, അസിസ്റ്റ് ചെയ്യുന്നവരില്ലേ പാരാമെഡിക്സ്. ക്ലിനിക്കൽ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവര്, ഫിസിഷ്യന്റെ ഒക്കെ ലാബ് ടെക്നീഷ്യൻ, റേഡിയോളജിയിൽ നിൽക്കുന്നത് അല്ലെ, ലാബ് അസിസ്റ്റന്റ്, ഇവരൊക്കെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ. എക്സ്റേയില് ഓക്കെ, വെരി ഗുഡ്. ഇതെല്ലാവരും പാരാമെഡിക്സ് ആണ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു പ്രൊവൈഡ് ദ ക്ലിനിക്കൽ സർവീസ് നൽകുന്നവരാണത് അല്ലെ, അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഫിസിഷ്യൻ. ഫിസിഷ്യന്റെ കീഴിലോ എന്താ പറയാ, അവര് നമുക്ക് എന്താണ് ക്ലിനിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഡോക്ടറും നേഴ്സും അല്ലാതെയൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്ത നോക്കിയേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് അല്ലെ, പൊതുജനങ്ങൾക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിക്ക്, പൊതുസമൂഹത്തിന് നമുക്ക് എന്താണ് പൊതുജനങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന്, പിന്നെ അടുത്ത് നോക്കിയേ, നേഴ്സസ് ആൻഡ് മിഡ് വൈഫ്സിന് എഡ്യൂക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി സമൂഹത്തിന്, പൊതുജനങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് റിസർച്ച്. ഇൻട്രാമ്യൂറൽ ആണ് ഹോസ്പിറ്റലിന്റെ അകത്തുള്ളത് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണങ്ങളോ, എപ്പോഴും പുതിയ പുതിയ മരുന്നുകളോ കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പുതിയ രോഗങ്ങൾ വന്നതിന്റെ അനുസരിച്ച് അവര് ആ ഒരു ഫീൽഡില് ഒത്തിരി റിസർച്ചുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, physical, psychological and social aspects of health and disease. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ, നമുക്കൊരു രോഗത്തിന്റെ ഒക്കെ മരുന്നുകൾ കണ്ടെത്താൻ അല്ലെ, അതിന് വാക്സിൻസ് കൊടുക്കാൻ, വാക്സിനുകള്, ഇതെല്ലാം അതിന്റെ റിസർച്ചുകള്. ഫിസിക്കൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ, സാമൂഹ്യപരമായിട്ടുള്ള വശങ്ങൾ, ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, അങ്ങനെയുള്ള വശങ്ങള്, അങ്ങനെയുള്ള ഇതുപോലെ തന്നെ രോഗങ്ങൾക്ക് അല്ലെ, അതാണ് രോഗത്തിന്റെ മരുന്നുകളൊക്കെ പുതിയത് കണ്ടെത്താനും അങ്ങനെയൊക്കെ ഉള്ളതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ മെഡിസിൻ അല്ലെ, മെഡിസിൻസ് കണ്ടെത്താൻ, അതാണ് പുതിയ മരുന്നുകൾ കണ്ടെത്താൻ. ഇതെല്ലാം ഇതിപ്പോ നമ്മൾ ഓരോന്നും രോഗങ്ങൾ കൂടുതൽ വന്നതിന്റെ അനുസരിച്ച് അവര് റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്തിട്ട് പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നു. ക്ലിനിക്കൽ മെഡിസിൻ, ചികിത്സാ സംബന്ധമായ മരുന്നുകള്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്ലിനിക്കൽ മെഡിസിൻസ്. പിന്നെ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ പ്രാക്ടീസ്, ഹോസ്പിറ്റലിലെ കാര്യങ്ങള്, അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, ഇതിലൊക്കെ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഭരണം അല്ലെ, അതിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന റിസർച്ച്. അപ്പൊ ഇത്രയാണ് ആ 4 പോയിന്റ്സും നിങ്ങൾ നോക്കി വെക്കുക. അത് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന, അങ്ങനെയും ചോദിക്കുക കേട്ടോ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത് റെസ്റ്റോറേറ്റീവ്, ദെൻ പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, 4 എണ്ണം. ഇനി അടുത്തതാണ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ്. അപ്പൊ അതെവിടെ കൊടുക്കുന്നതാ? ഹോസ്പിറ്റലിന് പുറത്ത് അല്ലെ, ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സർവീസ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് സർവീസ്, നിങ്ങൾ ഒ പിയിൽ പോകാറില്ലേ? ഹോസ്പിറ്റലിൽ ഒ പിയിൽ പോയി മരുന്ന് മേടിച്ചു വരാറില്ലേ? അപ്പൊ അവിടെ എന്താ നമ്മള് കടത്തും, അവിടെ കടത്തുന്നുണ്ടോ? ഇല്ല അല്ലെ. എന്താ ചെയ്യുന്ന, നമ്മള് ഹോസ്പിറ്റലിന് പുറത്ത് അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് അല്ലെ. പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഒ പി ഡി ഇല്ലേ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് നമ്മൾ ചെന്ന് ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അവിടെ ഇൻപേഷ്യന്റ് നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല. അത്
ഇതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ചെല്ലുന്നു, നമ്മുടെ ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. അങ്ങനെയുള്ള സർവീസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ OPD ഇത് ചെയ്യുന്നില്ലേ? അതാണ് ഹോസ്പിറ്റലിന്റെ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അപ്പൊ ചോദിക്കാം, ഔട്ട് പേഷ്യന്റ് സർവീസ് ഏതിൽ വരുന്ന? എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷനിലാണോ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിലാണോ വരുന്നതെന്ന് ചോദിക്കാം അല്ലെ? എക്സ്ട്രാ ആണ്, പുറത്ത്, അതായത് പുറത്ത് നിന്ന് വരുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു, അവര് മരുന്ന് വാങ്ങി തിരിച്ചു പോകുന്നു. അവിടെ അഡ്മിറ്റഡ് അല്ല ആ പേഷ്യന്റ് കേട്ടോ. അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. അടുത്ത് നോക്കിയേ, ഹോം കെയർ സർവീസസ്. എന്താ ഹോം കെയർ എന്ന് പറഞ്ഞാൽ? ചില ഒത്തിരി വയസ്സായ അമ്മമാരൊക്കെ ഇല്ലേ വീട്ടിലൊക്കെ, നമ്മൾ കിടക്കുന്ന രോഗികള്, കിടപ്പ് രോഗികള്, അങ്ങനെയുള്ള സർവീസുകൾ. അപ്പൊ വീട്ടിൽ ചെന്ന് കണ്ട് പരിചരണം നടത്തുന്നു. നേഴ്സോ ഡോക്ടറൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ നോക്കൂലേ? അങ്ങനെ ഒത്തിരി ഇതായിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കുന്നത്. അതാണ് ഹോം കെയർ സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. വീട്ടിൽ ചെന്ന് കണ്ട് പരിചരണം കൊടുക്കുന്നത്. വീട്ടിൽ ചെന്ന് ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ്, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കും. ഹോം കെയർ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ക്ലിനിക്സ്. മൊബൈൽ ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിക്കുന്ന ആശുപത്രി. മൊബൈൽ ക്ലിനിക് കണ്ടിട്ടില്ലേ നിങ്ങള്? മൊബൈൽ ക്ലിനിക്കുകള്, അതായത് സഞ്ചരിക്കുന്ന ക്ലിനിക്കുകള്. ഇപ്പൊ ഒരു വാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബസ്സോ അല്ലെങ്കിൽ അവർ അതിനകത്ത് ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അതിന് വേണ്ട അത്യാവശ്യം BP നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യ ഫെസിലിറ്റികളും ഉണ്ടാവും, കുറച്ച് മെഡിസിൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ വാഹനത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ വയസ്സായ അമ്മമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ദിവസം ഇപ്പൊ പഞ്ചായത്തിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ വരുന്നുണ്ട് ബസ്സില്, ഇന്ന ആഴ്ചയിലൊക്കെ. ക്യാമ്പുകളല്ല. നമ്മൾ ഈ നിങ്ങളുടെ അവിടെ ഒന്നും ഇല്ലേ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അതിപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഹോസ്പിറ്റൽ എന്നാ പറയുന്നേ. സഞ്ചരിക്കുന്ന ഇപ്പൊ ഇന്ന ആഴ്ചയില് 2 ദിവസം ഡോക്ടർ ഇങ്ങനെ എന്താ പറയാ, ആ മെഡിക്കൽ ഇത് നമ്മുടെ അതിൽ കൂടെ വരുമല്ലോ. വണ്ടിയിൽ വരും, വാനിലാണെങ്കിൽ വാനില്, അല്ലെങ്കിൽ ചെറിയ ഇതിനകത്താണെങ്കിലും വരും. ഉണ്ട്. മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക്. മൊബൈലിലാണ് അത്. അതാണ് മൊബൈൽ ക്ലിനിക്. സഞ്ചരിക്കുന്ന ആശുപത്രി. അതായത് വാനില് ഒരു ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നേഴ്സ് ഉണ്ടാവും, പിന്നെ അത്യാവശ്യം പാലിയേറ്റീവ് കെയർ പോലെ അല്ലെ? അതെ, നമ്മൾ വെച്ചാൽ അപ്പൊ അതുപോലെ പാലിയേറ്റീവ് സർവീസുകൾ അങ്ങനെ നടത്തുന്നില്ലേ? അപ്പൊ നമുക്കത് നമ്മൾ അവിടെ നിന്നാ മതി. അപ്പൊ അവിടെ എന്താ പറയാ, അപ്പൊ അതിനുള്ള അത്യാവശ്യം നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, മെഡിസിൻസ് ഡോക്ടർ അതിനകത്ത് നോക്കി നമുക്ക് മെഡിസിൻ തരും. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. അതാണ് ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തേക്ക് വരിക. അതായത് ആ മെഡിക്കലില് ആ ഫെസിലിറ്റികൾ ഉണ്ടാവും. ഡോക്ടറും നേഴ്സും മെഡിസിൻസും അത്യാവശ്യം ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മൊബൈൽ ക്ലിനിക്ക്. ഇനി പിന്നെ അടുത്തതാണ് ഡേ കെയർ സെന്റേഴ്സ്. ഡേ കെയർ സെന്റർ എന്താ? ഡേ കെയർ ഡേയിലാണ് കെയർ ചെയ്യുന്നുള്ളൂ അല്ലെ? നൈറ്റിലില്ല. അതായത് പകലൊക്കെ മുഴുവൻ സമയമൊന്നും പ്രവർത്തിക്കില്ല, പകലൊക്കെ ഉള്ളത് ഡേ കെയർ സെന്ററുകള്. പിന്നെ നൈറ്റ് ഹോസ്പിറ്റൽസ്. നൈറ്റ് ഹോസ്പിറ്റൽ എന്താ? രാത്രി മാത്രം ഉള്ളത് അല്ലെ? രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് നൈറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ കെയർ ക്യാമ്പുകൾ. അടുത്തത് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ക്യാമ്പുകൾ വരൂലേ? അപ്പൊ നമുക്ക് ക്യാമ്പിൽ പോയി മരുന്ന് നമുക്ക് അവിടെ ഡോക്ടറൊക്കെ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും. നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡോക്ടർ അവര് പറയും ഇന്ന ചെക്കപ്പിന് വേണ്ടി. ഇപ്പൊ കണ്ണ്, ഒരു ഐയുടെ ആണെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്തു, അപ്പൊ അവർക്ക് കണ്ണട വെക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എഴുതി കൊടുത്തിട്ട് പറയും ഹോസ്പിറ്റലിലേക്ക് വരാൻ വരും. ചിലർക്ക് ഇപ്പൊ അവിടെ ക്യാമ്പിൽ ടെസ്റ്റ് ചെയ്തിട്ട് വല്ല കാറ്ററാക്ട്, തിമിരം ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവര് പറയും, ചീട്ടൊക്കെ കൊടുത്തിട്ട് പറയും ഇന്ന ദിവസം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും അല്ലെ? എന്നിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത ചികിത്സയും കാര്യങ്ങളും സർജറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇത്. നിങ്ങൾ ക്യാമ്പിൽ പോയിട്ടുണ്ടോ? മെഡിക്കൽ കെയർ ക്യാമ്പ്സുകള് ഫ്രീ ആയിട്ട് അവിടെ സർവീസ് കൊടുക്കണേ അല്ലെ? ക്യാമ്പില് ഫ്രീ ആണ്. രോഗനിർണയ ക്യാമ്പുകൾ അല്ലെ? ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോ ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കും. മെഡിസിൻസ് ഒക്കെ അവിടെ ആ ക്യാമ്പിൽ ചെന്നാൽ മതി. ക്യാമ്പില് ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു മെച്ചമുണ്ട് കേട്ടോ. എന്താ?
ഹോസ്പിറ്റലിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ അതിന് മുന്നേ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, ഇന്ന ദിവസം ക്യാമ്പ് ഉണ്ട്, കണ്ണിന്റെ ക്യാമ്പ് ഉണ്ട്, അപ്പൊ ആളുകൾ ചെല്ലും. അപ്പൊ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലും അല്ലെ. നമ്മൾ ചെല്ലും, ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിലേക്ക് എഴുതും അല്ലെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറെ കാണാൻ പറയും. അത് പേഷ്യൻസിന് ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത്രയും ഏതാണ് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്ന. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ? ഏതൊക്കെയാ വരുന്നേ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ? ഔട്ട് പേഷ്യന്റ് സർവീസ് വരുന്നുണ്ട്, ഹോം കെയർ സർവീസ് വരുന്നുണ്ട്, മൊബൈൽ ക്ലിനിക് വരുന്നുണ്ട്, ഡേ കെയർ സെന്റർ ഉണ്ട്, നൈറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ് ഉണ്ട്. ക്ലിയർ ആയോ? ഇത്രയും എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ ഇപ്പൊ ക്ലാസ്സില് 99 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഓക്കെ ആണോ? ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, നമ്മൾ എടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറയുമ്പോൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ അതിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്നിപ്പോ എടുത്തതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ ഇവിടെ കൊടുക്കും. നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. എല്ലാവരും മോക്ക് ടെസ്റ്റ് കൂടി ഒപ്പം അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് 8ാമത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നത്. ടെക്സ്റ്റ് ഒരു വിധമായിട്ട് കിട്ടിയെന്നുള്ളൂ. ഓൾമോസ്റ്റ് കിട്ടിയിട്ടില്ല. അതെ, ടെക്സ്റ്റിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടും. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വിളിച്ച PROനെ ആരാന്ന് വെച്ചാൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ടെക്സ്റ്റിന്റെ കാര്യം എങ്ങനെയാന്ന് നോക്കുക. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല എന്നൊക്കെ ഇട്ടുണ്ട്. ടെക്സ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അല്ലെ. ടെക്സ്റ്റ് ഉള്ളവർക്ക് എളുപ്പമുണ്ട്. ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിടാം, ഇമ്പോർട്ടന്റ് ഒക്കെ നോട്ട് ചെയ്തിടാം. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് എല്ലാം ടിക്ക് ഇട്ടോ കേട്ടോ. അവിടെ ഒരു ഇമ്പോർട്ടന്റ് എഴുതിയിട്ടോ, എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. ഈ വീക്ക് കിട്ടും എന്നാ പറഞ്ഞു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊരു ചാപ്റ്റർ, എളുപ്പമുള്ള ചാപ്റ്റർ, ഫ്രണ്ട് ഓഫീസ് ആണ് നമുക്ക് അടുത്തത്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടോ ആരെങ്കിലും. ഫ്രണ്ട് ഓഫീസ് 36 ആണ് കേട്ടോ. പേജ് നമ്പർ 36 ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, പേജ് ഒന്ന് എടുത്തോട്ടോ ടെക്സ്റ്റിന്. ഫ്രണ്ട് ഓഫീസ് നല്ലൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ ആണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ എവിടെയാ പോണേ? നേരെ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്യണേ. എവിടേക്ക് നമ്മൾ ആദ്യം പോണേ? ഒരു പേഷ്യന്റ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുക. എവിടെയാ? റിസപ്ഷൻ. ഓക്കെ, വെരി ഗുഡ്. എവിടെയാ നമ്മൾ ചെല്ലുക? റിസപ്ഷനിലേക്ക് നമ്മൾ ചെല്ലും. ആദ്യം തന്നെ നമ്മൾ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ചീറ്റ് എടുക്കുക ചെയ്യുന്നത് അല്ലെ. കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് റിസപ്ഷൻ ഏരിയ. അപ്പൊ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിസപ്ഷൻ ഏരിയ. ഒന്ന് നോട്ട് ചെയ്തേ, റിസപ്ഷൻ. RECEPTION, റിസപ്ഷൻ ഏരിയ. എന്താ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ, അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ ഫങ്ഷൻസും. ഓക്കെ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം പോകുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ചാപ്റ്ററിൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള്, ഫങ്ഷൻസ്, ഇതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട് ഓഫീസിനെ പറയുന്ന മറ്റൊരു പേര് ഏതാണ്? റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ എന്നും ഫ്രണ്ട് ഓഫീസിനെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 8 കിടക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കിയ വർക്ക് ഫ്ലോ ആണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ. ഒരു കോട്സ് ആണ് ഫസ്റ്റ് തന്നെ കൊടുത്തേക്കണേ. നോക്കി, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ
അറ്റൻഡഡ്. എന്താണ് അത് പറഞ്ഞേക്കണേ? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ്, രാജാക്കന്മാരാണെന്ന്. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ ആരാ? ആരാ കസ്റ്റമർ? ഹോസ്പിറ്റലില് കസ്റ്റമർ എന്ന് പറയുന്നത് ആരെയും ഉദ്ദേശിക്കണേ? പേഷ്യന്റ്. ഓക്കെ, വെരി ഗുഡ്. പേഷ്യന്റ് അല്ലേ? അവിടെ കസ്റ്റമർ ആയിട്ട് ചെല്ലുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലെ കിങ് ആരാ ശരിക്കും? പേഷ്യൻസ് ആണ്. ഓക്കെ, കസ്റ്റമേഴ്സ് ആർ കിങ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ആൻഡ് കിങ്സ്, ആ കിങ്സ്, ആ രാജാക്കന്മാരെ എന്ത് ചെയ്യാൻ പാടില്ല? നെവർ അൺഅറ്റൻഡഡ്, ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അതാണ് ആ കോട്സിന്റെ മീനിങ് കേട്ടോ. അവരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. എന്താ? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാ? പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആർക്കാ? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്ക് വേണം? പേഷ്യൻസിന് വേണം. ഒരു ഹോസ്പിറ്റൽ എനിക്ക് കുറെ കാശുണ്ട്, ഞാൻ ഒരു ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ഉണ്ടാക്കി, ഞാൻ എന്ത് ചെയ്ത് വെച്ചോണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസ് വരുമോ? ആ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താലല്ലേ വരുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ നമ്മളിപ്പോ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു എന്താ പറയാ, ഒരു ഗുഡ് വിൽ, ഹോസ്പിറ്റലിന് ഒരു നല്ലൊരു പ്രശസ്തി അല്ലെങ്കിൽ നല്ലതാണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോട്, നിങ്ങൾ ആദ്യം ആ ഹോസ്പിറ്റൽ പൊക്കോട്ടോ, നല്ല ഹോസ്പിറ്റലാണ്, നമ്മൾ പേഷ്യൻസിന് നല്ല കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നാലാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുള്ളൂ, അല്ലേ? അപ്പൊ അതായത് ആ പേഷ്യൻസിന് വേണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാവോ? ഹോസ്പിറ്റൽ വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു, ഒരു പേഷ്യന്റ് അവിടെ ചെല്ലുന്നില്ല, കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. ഹോസ്പിറ്റലിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആർക്കാ? പേഷ്യൻസിനാണ് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കേണ്ടത് പേഷ്യൻസിന് തന്നെയാണ്. നല്ല രീതിയിൽ പേഷ്യൻസിനോട് ഡീൽ ചെയ്താൽ മാത്രം അവർ വീണ്ടും ചെല്ലുള്ളൂ. അല്ലെങ്കിൽ 100 ഹോസ്പിറ്റലിൽ പോയി പണി നോക്കാൻ പറയൂലേ, നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകും, അങ്ങനെയല്ലേ? അതാണ് ആ പേഷ്യൻസിന് നല്ല റെസ്പെക്ട് കൊടുക്കേണ്ടതുണ്ട്. കസ്റ്റമേഴ്സ് ഇല്ലാതെ ഒരു ബിസിനസ്സും വിജയിക്കില്ല. എന്ത് ബിസിനസ് നമ്മൾ തുടങ്ങിയോ അവിടെ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആവോ? നമ്മുടെ സാധനം വാങ്ങാൻ ഇപ്പൊ ഇതിൽ അല്ലാതെ മറ്റേ ബിസിനസ്സിലാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അവിടെ അത് വാങ്ങാൻ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ അത് സക്സസ് അല്ല. ഇപ്പൊ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, പേഷ്യൻസ് വന്നില്ലെങ്കിൽ അത് സക്സസ് അല്ല. അതാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് ഇല്ലാതെ ഒരു ഹോസ്പിറ്റലും വിജയിക്കില്ല. കസ്റ്റമേഴ്സിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ആ കോഡ്സ് മനസ്സിലായോ? എന്താ മീനിങ് എന്ന്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന രാജാക്കന്മാരാണ്, അവരെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. Okay, a medical receptionist is an inevitable part of well-functioning of healthcare team. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ എന്ന് വെച്ചാൽ എന്താ? അനിവാര്യമായ. അറിയില്ലാത്തൊരു മീനിങ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അനിവാര്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ വയ്യാത്ത, അല്ലെ, ഒഴിവാക്കാൻ പറ്റാത്ത, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക്, ഹെൽത്ത് കെയർ ടീമിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരാളാണ് ആര്? ഒരു പാർട്ടാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ, ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഓഫ് ഹെൽത്ത് കെയർ ടീം. ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തില്ലേ സെന്റൻസ്? അണ്ടർലൈൻ ചെയ്തിടാ കേട്ടോ, ടെസ്റ്റ് ഉള്ളവര്. ഓക്കെ, ഇനി ഒരു ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ആളാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ?
ഓക്കെ, ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ടീമിന്റെ അനിവാര്യമായ ഭാഗമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഡോക്ടേഴ്സ്, നേഴ്സസ് ആൻഡ് other medical and administrative staff members depend on medical receptionist. അപ്പൊ നോക്കിയേ, ഡോക്ടർമാര്, നേഴ്സുകള്, മറ്റുള്ള മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള സ്റ്റാഫുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകള്, സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ നോക്കിയേ? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ടുള്ള, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മെഡിക്കൽ റിസപ്ഷനിൽ നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, വെൽക്കമിങ് ആയിട്ടുള്ള ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ഒരു ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കുന്നതിന് ആർക്ക്? ഫോർ പേഷ്യൻസിന്. ആൻഡ് ടു ഫെസിലിറ്റേറ്റ്, പിന്നെ എന്തിനുള്ളതാണ്? ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ സൗകര്യം കൊടുക്കാം. വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും ആ പേഷ്യൻസിന് നല്ലൊരു ഫ്രണ്ട്ലി, വെൽക്കമിങ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആരൊക്കെ? ഡോക്ടേഴ്സും, നേഴ്സസും, മറ്റുള്ള മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഡോക്ടേഴ്സ്, നേഴ്സസ്, മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവര് പേഷ്യൻസിന് നല്ല സൗഹൃദപരമായിട്ടും സൗഹൃദാർത്ഥമായിട്ടുള്ള, വെൽക്കമിംഗ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, നല്ല സംഘടിതമായിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ്, നല്ല സംഘടിതമായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കുന്നതിനും പിന്നെ ആ ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനം സുഗമമാക്കുന്നതിനും മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് ഫ്രണ്ട്ലി, വെൽക്കമിംഗ്, വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്. അണ്ടർലൈൻ ചെയ്തോ? പിന്നെയോ? പിന്നെ എന്തിനാ? ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നല്ല ഫങ്ഷനിങ്, നല്ല പ്രവർത്തനം സുഗമമാക്കുന്നതിനും. രണ്ട് കാര്യം കിട്ടിയോ? ഓക്കെ ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യണെന്നുള്ളത്? ഓക്കെ അല്ലെ? ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിംഗ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ്, നല്ല സുസംഘടിതമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കാൻ ആർക്ക്? പേഷ്യൻസിന്. പിന്നെയോ? ആ ഹോസ്പിറ്റലിന്റെ നല്ല സൗകര്യങ്ങൾക്കും അല്ലെ നല്ല പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് സുഗമമാക്കുന്നതിനും ഈ ഡോക്ടർ, നേഴ്സ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ആദ്യം പേഷ്യന്റ് ചെല്ലുന്ന ആർക്കുടെ അടുത്താ? റിസപ്ഷനിസ്റ്റിന്റെ അടുത്തല്ലേ പേഷ്യന്റ് ചെല്ലുമ്പോ. അപ്പൊ അവിടെ നല്ല മര്യാദയായിട്ട് നല്ല രീതിയിൽ പെരുമാറിയാലേ അവര് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുള്ളൂ. ആദ്യം തന്നെ കയറി വരുമ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് മര്യാദക്കല്ല, അല്ലെങ്കിൽ അവര് നമ്മളോട് നല്ല രീതിയിൽ ആ വഴി പോകും. പിന്നെ അവര് എന്താ പറയാ, അഡ്മിഷൻ എടുക്കാനോ ഡോക്ടറെ കാണാനോ മരുന്ന് മേടിക്കാനോ ഒന്നിനും അവര് നിൽക്കൂല അല്ലെ? അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോ നമ്മൾ മര്യാദയായിട്ട് ആ വീട്ടിലുള്ള ആള് നല്ല രീതിയിൽ ആദ്യം തന്നെ ഇടപെട്ടില്ലെങ്കിൽ അവര് വന്ന ആൾക്കാർ അതേപോലെ തിരിച്ചു പോകും. അപ്പൊ ആർക്കടെ കയ്യിലാ? അപ്പൊ ഇനിയിപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന. ആദ്യം പേഷ്യന്റ് വന്നത് നിങ്ങളുടെ കയ്യിലാ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യണത്. നമ്മുടെ കൈകളിൽ ആദ്യം വന്നത് ആ വന്ന പേഷ്യന്റിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് എന്താ നിങ്ങളുടെ ഒരു വലിയൊരു ഉത്തരവാദിത്തം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇഷ്ടമാണോ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുകയാണ്? ഈ കോഴ്സ് ഒക്കെ കഴിയുമ്പോ പോകാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് നോക്കട്ടെ? ഉണ്ട്, കുറച്ചു പേരൊക്കെ ഇവിടെ തപ്പിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. കൈയൊക്കെ കുത്തിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നല്ല ആ ഒരു പൊസിഷനിലേക്ക് തന്നെ നല്ലൊരു ജോലി കിട്ടട്ടെ. എന്തായാലും നല്ല ചിരിച്ച് വന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻ എന്താണെന്ന് അടുത്ത് നോക്കണേ കേട്ടോ. ഓക്കെ, ദ നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. ഒരു എന്താണ് ആവശ്യം? നല്ലൊരു ചെയ്തിട്ടുണ്ട്. ഹർഷ്ന
ഹർഷയാണോ? ഹർഷാണ്. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുണ്ട് കേട്ടാ നമ്മുടെ അടുത്ത്. ഹർഷ ടി വി. ഹർഷ ടി വി റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, വെരി ഗുഡ്. ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അറിയാൽ നല്ല രീതിയിൽ ഡീൽ ചെയ്യണ്ടേ അല്ലെ? നമ്മുടെ കയ്യിൽ വന്ന കസ്റ്റമർ, അതായത് പേഷ്യൻസിന് നല്ല രീതിയിൽ ഡീൽ ചെയ്താലാണ് നമുക്ക് അല്ലെ നമ്മുടെ ചിരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. ബാക്കി ഉണ്ട്. ഓക്കെ, ദ നീഡ് ഫോർ. അപ്പൊ ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഹർഷയ്ക്ക്? ദേഷ്യം ഉണ്ടാവും ഹർഷകുട്ടിക്ക്? അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട്. അതന്നെ, അതൊരു ഫീച്ചറാണ് അല്ലെ? ദേഷ്യമൊന്നും പാടില്ല നമ്മൾ. അപ്പൊ അവര് ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജംഷീദ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആള്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഒരു നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെ? എങ്ങനെ വേണം? ആരെയും കൊണ്ടുവന്ന് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരുത്താൻ പറ്റൂല. അതിന് ട്രെയിനിങ് വേണം അല്ലെ? വേണ്ടേ? അപ്പൊ അതായത് ഒരു നല്ലൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കിയേ. The different from other service industry, the hospital is where people come to visit when either or their close ones are unwell. നമ്മൾ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകുന്നേ? മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയാണ്? എന്തിനു വേണ്ടിയാ? നമുക്കൊന്നില്ലെങ്കിൽ അസുഖമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ് ആർ അൺവെൽ, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് അല്ലെ, നമ്മുടെ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അവര് വിസിറ്റ് ചെയ്യാനോ നമ്മൾ പോണേ. ആ രണ്ടാവശ്യത്തിനല്ലേ? അല്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകാറുണ്ടോ? അരി പച്ചക്കറി സാധനങ്ങൾ മേടിക്കാനോ ഡ്രസ്സ് മേടിക്കാനോ സിനിമ കാണാനോ ഒന്നും അല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നേ. ഹോസ്പിറ്റലിൽ പോണതിന് രണ്ടാവശ്യം എന്താ? ഒന്നില്ലെങ്കിൽ നമുക്ക് അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ് അല്ലെ, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവര് വിസിറ്റ് ചെയ്യുക. ആ രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെ? അതാ പറഞ്ഞേക്കുന്നത്. മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്തത് എങ്ങനെയാ? നമുക്ക് രോഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ, അവര് വിസിറ്റ് ചെയ്യാനുള്ള എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ദിസ് മേക്ക് ദ പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ ഇംപേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? അക്ഷമര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഇംപേഷ്യന്റ്, അക്ഷമരായിരിക്കും, ക്ഷമയില്ലാത്തവര്. ഇപ്പൊ നമുക്ക് വലിയ രോഗമായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യാനൊക്കെ ക്ഷമ ഉണ്ടാവോ? അല്ലെ? നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ വേദന കാരണം നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. അപ്പൊ നമ്മൾ അക്ഷമ, നമ്മുടെ നമ്പർ എപ്പോഴും വിളിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലല്ലേ നമ്മൾ അവിടെ ഇരിക്കുന്നത്? അക്ഷമരായിട്ടാണ്. ആൻഷ്യസ്, ഉത്കണ്ഠയുണ്ട്. നമുക്ക് അയ്യോ എനിക്ക് എന്തായിരിക്കും, എന്ത് അസുഖമായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? നമുക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ആൻഡ് ക്യൂരിയസ്, അതുപോലെ തന്നെ ജിജ്ഞാസ ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. അപ്പൊ ആ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ നമ്മളൊരു ചിരിച്ച് നമ്മളൊരു സിനിമ കാണാൻ പോണ ഒരു രാഘവത്തോടെയാണോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്? ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയാണ്? ഇംപേഷ്യന്റ്, ആൻഷ്യസ് ആൻഡ് ക്യൂരിയസ്. അവര് എങ്ങനെ? അക്ഷമരും ആകാംക്ഷ നിറഞ്ഞവരും ജിജ്ഞാസയുള്ളവരുമാണ്. ആ ഒരു ഇതോട് കൂടിയാണ്, ആ ഒരു മൈൻഡോട് കൂടിയാണ് ആ ആളുകള് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. This make the people come to the hospital impatient, anxious and curious. Here comes the importance of necessity of handling such patient or their family members with more professionalism. അല്ലെ? അവരെ അപ്പൊ അങ്ങനെ ആ ഒരു ജിജ്ഞാസയോട് കൂടി, അല്ലെങ്കിൽ നമുക്ക് അക്ഷമരായിട്ട് ചെല്ലുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യല്ലേ? അല്ലേ? അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്? Here comes the importance of necessity of handling. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എന്താണ്? വിത്ത് മോർ പ്രൊഫഷണലിസം, കൂടുതൽ പ്രവൃത്തിപരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിരിക്കണം, നമ്മൾ അതിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിരിക്കണം. സിമ്പതി, അവരോട് സഹതാപം വേണം, ആ ഒരു മൈൻഡ് വേണം, സിമ്പതി വേണം. പിന്നെ എംപതി,
എന്താ സഹാനുഭൂതി വേണം, സഹതാപം വേണം, എന്താണ് നമുക്ക് സഹാനുഭൂതി എമ്പതി വേണം, ആദക്കസി എന്താണ് ഒരു മര്യാദ വേണം, അവരോട് മര്യാദയായിട്ട് പെരുമാറണം. Okay, following all hospital operational protocol. ഹോസ്പിറ്റലിലെ എന്താണ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം, അതനുസരിച്ച് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഫോളോ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഫഷണലിസമായിട്ടും അവരോട് സിമ്പതിയോടും എമ്പതിയോടും മര്യാദയോടും കൂടി ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. വേണ്ടേ? എന്തെങ്കിലും അവര് ചിലപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഇത് ചോദിക്കാനോ ഒരു എൻക്വയറിക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നേ. അപ്പൊ നമ്മൾ അവിടെ വരുന്നതേ അവര് എക്സ്പീരിയൻസിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരോട് വരുമ്പോ എന്തെങ്കിലും നമ്മളോട് ചോദിച്ച് നമ്മൾ എന്താ പറയാ, അവരോട് ഒരു മര്യാദയായിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്, അപ്പൊ അത് ആ രീതി അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നേ. അല്ലാതെ നമ്മളിപ്പോ സംസാരിക്കണ പോലെ എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ സമയമില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവരോട്. വരുന്ന പേഷ്യൻസ് ആണ് നമ്മുടെ കിങ്, അത് ഓർത്ത് വെക്കണം, നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതനുസരിച്ച് തന്നെ അവരെന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു മൈൻഡോട് കൂടി തന്നെ, ഒരു സിഗ്നതയോട് കൂടി തന്നെ അവരോട് കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു എന്ത് വേണം, നമുക്ക് ആ ഒരു മൈൻഡ് വേണം. ആ ഒരു മൈൻഡോട് കൂടി വേണം നമ്മൾ നിൽക്കാൻ. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ എങ്കിലും അവരാരാണോ നമ്മുടെ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസ് വേണം. അപ്പൊ പേഷ്യൻസ് അവരോട് ആ ഒരു സഹാനുഭൂതി സിമ്പതി എമ്പതി ഇതൊക്കെ ഒരു മര്യാദയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കിട്ടിയോ? നന്നായി ചെയ്തോട്ടോ അത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രൊഫഷണലിസം, ആ ഒരു ഫീൽഡിൽ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവണം അല്ലെ. അവരോട് സിമ്പതി കാണിക്കണം, എമ്പതി, ഇതെല്ലാം ഫോളോ ചെയ്യും. പിന്നെ ഫോളോയിങ് ഓൾ ഹോസ്പിറ്റലിലെ എല്ലാ ഓപ്പറേഷൻസ് പ്രോട്ടോകോൾസും, അതും പ്രവർത്തനപരമായിട്ടുള്ള എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ അവരോട് പെരുമാറണം. Okay, the front office is a department of the hospital which directly makes the contact with the patient when they first arrive. അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം, ആദ്യം അവര് ചെത്തുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ്. Dash is a department of the hospital which directly make contact with the patient where they first arrive. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്തെഴുതും നമ്മള്, എന്തെഴുതും? ഇനി പ്രത്യേകിച്ച് പഠിക്കണോ? അപ്പൊ പേഷ്യൻസ് ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ്. ക്ലിയർ ആണോ? വെരി ഗുഡ്. ഇവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു. ആരാണ്? പേഷ്യൻസ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒന്നിട്ട് ഡാഷ് ഇട്ട് ചോദിക്കും, അല്ലെങ്കിൽ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഡയറക്ട്ലി മേക്ക് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വേർ ദേ ഫസ്റ്റ് അറൈവ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? കണ്ണുടച്ച് എഴുതാം നമുക്ക്. ഏതാണ്? ഫ്രണ്ട് ഓഫീസ്. പേഷ്യൻസ് ആദ്യം ചെന്ന് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം ഫ്രണ്ട് ഓഫീസ് ആണ്. പല ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഫാർമസിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ നോപ്പിന്ന് ഉണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ വാർഡുന്നുണ്ടാവും, അല്ലെങ്കിൽ ലേബർ റൂം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് കിടക്കും. ഓപ്ഷൻസ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ആൻസർ അറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ ഓപ്ഷൻസ് നോക്കാൻ പോകണ്ട. ആദ്യം ചെല്ലുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും സെന്റൻസ്? ഇനി the staff of this department are directly family members. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് ഒക്കെ എങ്ങനെയായിരിക്കണം? എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കണേ? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ നല്ല രീതിയിലല്ലേ പെരുമാറുന്നേ, അല്ലെ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഒരു പ്രത്യേക സ്നേഹവും ഇതൊക്കെ നമുക്കില്ലേ? അതുപോലെ തന്നെ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കണത്. ആ സ്റ്റാഫുകളും അണ്ടർലൈൻ ചെയ്തോട്ടോ. The staff of this department are directly family members. അത് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. It function as a central point of contact across the organization. എന്താ? ഒരു ഓർഗനൈസേഷനിലുടനീളം കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണത്. ഒരു കോണ്ടാക്ടിന്റെ ഒരു പോയിന്റ് ആയി പ്രവർത്തിക്കുന്നതാണ്. It function as a central point of contact across the organization. ആ ഒരു ഓർഗനൈസേഷനിലുടനീളം കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സെൻട്രൽ പോയിന്റ്, അതാണ് ഫ്രണ്ട് ഓഫീസ്. അതാണ് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. The department maintain information and the records of all the patients of the hospital. Underline ചെയ്ത സെന്റൻസ്. ഈ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന? ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ്
ഓരോ എല്ലാ പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള റെക്കോർഡ്സും ഇൻഫർമേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു, നമുക്കറിയില്ല അവർ ഏത് റൂമിലാണ് കിടക്കണേ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ചെന്നിട്ട് ആ റിസപ്ഷനിസ്റ്റിനോട് നമ്മൾ പറയാണ്, പേര് പറഞ്ഞു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് പറയില്ല, ഒറ്റ മിനിറ്റ് ആ സിസ്റ്റത്തിൽ നോക്കി പറയില്ല ഇന്ന വാർഡിലാണ് അല്ലെങ്കിൽ ഇന്ന റൂം നമ്പർ ഇത്രയാണെന്ന് പറയൂലേ നമ്മളോട്, പറയില്ലേ? പറഞ്ഞു തരും. അല്ലാതെ നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുക, നമ്മൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. ഇന്ന അഡ്രസ്സിൽ ആ ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു 10 എന്താ പറയാ ഒരു വലിയ ഒരു അഞ്ചെട്ട് നിലയുള്ള ഹോസ്പിറ്റലിലാണ്, കുറേ ഇതുണ്ടെങ്കിലും എവിടെ കടന്നാലും അപ്പൊ തന്നെ ഒറ്റ ക്ലിക്കിൽ പറഞ്ഞു തരും നമുക്കിത് എന്ത് ഇന്ന റൂമിലാണ് എന്ന് പറഞ്ഞു തരും. അതായത് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷനും റെക്കോർഡ്സും ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടാ. The department maintains information and records of all the patients of the hospital. It also plays an important role in forming overall impression of the service provided by the organization. ഒരു ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മതിപ്പ് രൂപപ്പെടുത്തുന്ന ഒരു രൂപപ്പെടുത്തുന്നതിന് ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു ആര്? ഫ്രണ്ട് ഓഫീസ്. This also play an important role in forming overall impression of the services provided by the organization. ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ മൊത്തത്തിലുള്ള ഇംപ്രഷൻ അത് നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ കിട്ടും അല്ലേ? നമ്മൾ ചെല്ലുകയാണ്, അവിടെ ചെല്ലുമ്പോ തന്നെ റിസപ്ഷനിസ്റ്റ് നമ്മളോട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ കിട്ടൂലേ? ഇല്ലേ? അപ്പൊ എല്ലാവരും ഇങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടും. നമുക്ക് അതാണ് അവരെ പേഷ്യൻസിനെ പിടിച്ചിർത്തുക, അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് പേഷ്യന്റ് കോണ്ടാക്ട് ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ അവര് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും. അവിടെ നല്ലോണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിൽ തന്നെ ഒരു തോന്നും, നല്ല ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ നമുക്ക് അവിടെ കിട്ടും. Informing overall impression of the services provided by the organization. ആ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിന്റെ മൊത്തത്തിലുള്ള ഇംപ്രഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും, ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കിട്ടും. അപ്പൊ അവരെങ്ങനെയാ പെരുമാറുന്നേ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥാപനത്തെ ആ ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ വിലയിരുത്തുന്നത്. ഇനി അടുത്ത നോക്കിയ നെക്സ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവിടെ എന്തെഴുതും? ഫ്രണ്ട് ഓഫീസ്. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ is often the first person that the patient or their well-wishers interact while contacting with the hospitals. Front desk position. Underline ചെയ്ത sentence. Front desk position is often the first person that our front desk position first person that the patient or their well-wishers അല്ലെങ്കിൽ അവരെ നമ്മളെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഒരു പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ എന്താ വെൽ-വിഷേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ആകാംക്ഷികൾ, നമ്മളൊരു ജിജ്ഞാസയോടുകൂടിയൊക്കെ ചെല്ലണമെന്ന് പറയുന്നില്ലേ. ഇന്ററാക്ട് ബൈ കോണ്ടാക്ട് വിത്ത് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പേഷ്യൻസോ അവരുടെ വെൽ-വിഷേഴ്സ് ഒക്കെ ഇടപെടുന്ന ആദ്യ വ്യക്തിയാണ് അല്ലെങ്കിൽ ആദ്യ പോയിന്റ് ആണ് അവിടെ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. Front desk position is often the first person that the patient or well-wishers interact while contacting with the hospital. അങ്ങനെ ചോദിക്കാം. സെന്റൻസ് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഏത് പൊസിഷൻ ആണ്? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. ഓക്കെ, ഒന്നുകൂടി പറയാമോ? അതായത് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ വെൽവിഷേഴ്സോ പേഷ്യൻസുമായിട്ട് ആ ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടുന്ന പൊസിഷൻ ആണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ.
അല്ലെങ്കിൽ എന്താ പറയാ ആദ്യ വ്യക്തിയാണ് ഇടപെടുന്ന ആദ്യത്തെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആദ്യം ചെല്ലുന്നതാണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയാം. ഈ അവിടുത്തെ ആ ഒരു പേഴ്സണെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടോ. ആ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിടാം. ഇനി സോ ദേ ആർ എസെൻഷ്യലി ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് അത് ഹോസ്പിറ്റലിന്റെ ഫേസും വോയിസുമാണ്, മുഖവും ശബ്ദവുമാണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. And for this reason, they play an important role in representing the organization. ഇത് തന്നെ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ആര്? ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സൺ. ഓക്കെ, ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സൺ ആരാണ്? എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഫേസും വോയിസുമാണ്, അതായത് ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിക്കുന്നതല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചെല്ലുമ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തില് നമുക്കൊരു ഓവറോൾ ഇംപ്രഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. So they are essentially the face and voice of the hospital. അവിടെ ചോദിക്കാം, who is the face and voice of the hospital? ആരാ? The front desk position. അവിടെ ഇരിക്കുന്ന വ്യക്തി അല്ലേ? Is often the first person that the patient or their well-wishers interact while contacting with the hospital. So they are, അവരെന്ന് പറയുന്നത് എന്താ? They are essentially the face and the voice of the hospital. ആ കാരണം കൊണ്ട് അത് തന്നെ ആ ഒരു ഫേസും വോയിസുമാണ്. Okay, for this reason they play an important role in the representing the organization. ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതില് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. മനസ്സിലാവുന്നില്ലേ? അതായത് ആദ്യം നമ്മൾ കയറി ചെല്ലപ്പോഴോ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അവിടുത്തെ പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പേഴ്സൺ നമ്മളോട് എങ്ങനെ പെരുമാറുന്നത്, അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ, അതാണ് ശരിക്കും ആ ഒരു ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഐശ്വര്യ ചോദിച്ചു, ഇതിപ്പോ മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ ഞാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഇടുന്നത്. നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടേക്കും. അത് നിങ്ങൾക്ക് ആ ഒരു നമുക്ക് എത്രത്തോളം നിങ്ങൾ അത്രയും പോർഷൻസ് എടുത്തതിൽ നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും. എല്ലാ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വരും. മെയിൻ എക്സാമ്പ് നമ്മളല്ല ഇടുന്നത് കേട്ടോ. മെയിൻ എക്സാമ്പിൾ ഇവിടെ എക്സാം ബോർഡ് ഉണ്ട്, എക്സാം ബോർഡിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. മെയിൻ എക്സാമിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഞാനിപ്പോ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് എക്സാം ഒക്കെ വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 60 മാർക്കിന്റെ ഓരോ പേപ്പറുകളും എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ സമയത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതൊക്കെ നമുക്ക് ഇതിപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് അത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറെ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ പറയാ, ടെക്സ്റ്റ് വായിക്കാതിരിക്കുന്നതല്ല, എല്ലാം ടെക്സ്റ്റ് വായിക്കണം, എല്ലാ ഇതും നിങ്ങൾ വായിക്കണം. എങ്കിൽ പോലും ഇതിനെ ഒന്നോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, സ്കൂളിൽ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്ത് തരാറില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അത് പിന്നെ വെറുതെ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി ഇടുമ്പോ അതിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് അങ്ങനെ ഒരു ഐഡിയ വരും. ഇത് കുറെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ചോദിച്ചതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഹു ഇസ് ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ? ആരാണ്? ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ.
അങ്ങനെ തന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതാണ് അന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞത് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ഓക്കെ അല്ലേ? ഒരു ഏകദേശം ഫ്രണ്ട് ഓഫീസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ല ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.